എബ്രു ബൊയാർ, കെയ്റ്റ് ഫ്ലീറ്റ് എന്നിവർ എ സോഷ്യൽ ഹിസ്റ്ററി ഓഫ് ഓട്ടോമൻ ഇസ്താംബുൾ എന്ന പുസ്തകത്തിൽ നഗരത്തിലെ ക്ഷേമത്തിന്റെ പ്രധാന സംവിധാനമായി മാറിത്തീർന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇസ്താംബുൾ നഗരത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ, നഗരവാസികളുടെ ഭൗതിക സാഹചര്യങ്ങളെ വികസിപ്പിക്കുന്നതിൽ അതിനിർണായകമായ പങ്കുവഹിച്ച ഒരു സ്ഥാപനം. സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് സുസ്ഥിതി കൈവരിക്കാൻ ഒരു സമൂഹത്തെ മൊത്തം അത് പ്രാപ്തമാക്കി. അത് ജനങ്ങൾക്ക് ഭക്ഷണം നൽകി, വിദ്യാഭ്യാസം നൽകി, വീട് നൽകി, വൈദ്യ ചികിത്സ നൽകി. ആ സ്ഥാപനം ആവശ്യക്കാർക്ക് ഉപജീവന മാർഗം നൽകുന്ന, പ്രകൃതി ദുരന്ത സമയങ്ങളിൽ ജനങ്ങളെ രക്ഷിക്കുന്ന ഒന്നായിരുന്നു. 1000-ലധികം വർഷങ്ങളായി മുസ്ലിം ലോകത്തിന്റെ സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായ ഭൂപ്രകൃതിയെ രൂപപ്പെടുത്തിയ ആ സ്ഥാപനത്തിന്റെ പേരാണ് വഖഫ്. ഈ വീഡിയോ ഇന്ന് വഖഫിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന രാഷ്ട്രീയ കോലാഹലങ്ങളെ കുറിച്ചുള്ളതല്ല. എന്താണ് വഖഫ്, അതിന്റെ ആശയം, അതിന്റെ ചരിത്രപരമായ ലെഗസി, ഇവ ഹ്രസ്വമായി പരിചയപ്പെടുത്താനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഇസ്ലാമിക നിയമം അനുശാസിക്കുന്ന വിധം ജീവകാരുണ്യപരമായ ആവശ്യത്തിനു വേണ്ടി വ്യക്തികൾ ഏതെങ്കിലും ജംഗമമോ സ്ഥാവരമോ ആയ സ്വത്ത് സ്ഥിരമായി പൊതു ആവശ്യത്തിനും നന്മയ്ക്കും സമർപ്പിക്കുന്നതിനെയാണ് വഖഫ് എന്ന് വിളിക്കുന്നത്. വഖഫിനെ കുറിച്ച് മനസ്സിലാക്കാൻ അത് എന്താണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. അത് ദാനധർമ്മത്തിൽ സ്ഥാപിതമാവുന്ന ഒരു ക്രമമാണ്. കേവലമായ ദാനത്തിനപ്പുറം വിശ്വാസം, സമൂഹം, ഉത്തരവാദിത്തം എന്നിവയെ പരസ്പരം ആഴത്തിൽ ബന്ധിപ്പിച്ചുകൊണ്ട് രൂപപ്പെടുന്ന ഒരു സാമൂഹിക സ്ഥാപനം. ഇസ്ലാമിൽ ദാനധർമ്മം കേവലം ഐച്ഛികമായ കാരുണ്യ പ്രവർത്തനമല്ല, അത് ദൈവികമായി നിർണയിക്കപ്പെട്ട ഒരു അനിവാര്യതയാണ്. ജീവിതത്തിന്റെ തന്നെ കേന്ദ്ര തത്വമാണത്. ഈ ജീവകാരുണ്യത്തിന്റെ സംസ്കാരം അഗാധമായ ദൈവശാസ്ത്ര ചട്ടക്കൂടിൽ വേരൂന്നിയിരിക്കുന്നു. ദാനധർമ്മം ഒരാളുടെ ആത്മീയമായ കടമ നിറവേറ്റുന്നതിനും അതുവഴി ശാശ്വതമായ വിജയം നേടുന്നതിനുമുള്ള പ്രധാന മാർഗമായിട്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. ഈ പാരമ്പര്യത്തിന് അടിത്തറയിട്ടത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. അദ്ദേഹത്തിന്റെ സുപ്രധാനമായ ഒരു വചനം ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ മരിച്ചാൽ 3 കാര്യങ്ങളൊഴികെ അവന്റെ കർമ്മങ്ങളെല്ലാം തന്നെ അവസാനിക്കും. സദക്ക, ഒന്നാമത്തേത് സദക്ക ജാരിയ, മുറിയാതെ നിലനിൽക്കുന്ന ദാനം. രണ്ടാമത്തേത് പ്രയോജനപ്രദമായ അറിവ്. മൂന്നാമത്തേതായി അവന് വേണ്ടി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സദ്ഗുണ സമ്പന്നനായ സന്തതി. ഇതിൽ ആദ്യം പറഞ്ഞ സദക്ക ജാരിയ, അതായത് അണമുറിയാതെ തുടരുന്ന ദാനം, ആ ആശയമാണ് വഖഫ് എന്ന സ്ഥാപനത്തിന് അടിത്തറയായത്. സ്ഥാപകന്റെ മരണത്തിന് ശേഷവും നിരന്തരം സമൂഹത്തിന് ഗുണകരമായി നിലനിന്നു പോരുന്ന ഒരു സ്ഥാപനം. സദക്കയും വഖഫും തമ്മിലുള്ള വ്യത്യാസം ആദ്യകാലത്ത് അത്ര വ്യക്തമായിരുന്നില്ല. പിന്നീട് താൽക്കാലികമായ നിലയിലുള്ള ദാനധർമ്മങ്ങളിൽ നിന്ന്, അതായത് സദക്കയിൽ നിന്ന്, സ്ഥിര സ്വഭാവത്തിൽ നിലനിന്നു വരുന്ന സ്ഥാപനങ്ങൾ എന്ന നിലയിൽ വഖഫ് വേർതിരിക്കപ്പെട്ടു. ഇസ്ലാമിക ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ രൂപീകരണ കാലഘട്ടം പ്രവാചക കാലത്തെ മദീന ആയിരുന്നു. അബ്ബാസി കാലഘട്ടത്തിന്റെ ആരംഭത്തോടെ അത് വികാസം പ്രാപിച്ചു. വഖഫ് നിയമങ്ങളുടെ രൂപരേഖ കൂടുതൽ വിശദമായി അവിടെ തെളിഞ്ഞു വന്നു. മസ്ജിദുകളും സ്കൂളുകളും മുതൽ കിണറുകളും കൃഷിയിടങ്ങളും വരെ നിരവധി രൂപങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വികാസം പ്രാപിച്ചു. അത് നിയമപരവും സാമൂഹികവുമായ ഒരു കരാർ എന്ന നിലയിൽ കൂടുതൽ ശക്തിയാർജിച്ചു. ഈ നൂറ്റാണ്ടുകളിൽ ഇസ്ലാമിക നാഗരികത ശാസ്ത്രം, സാഹിത്യം, വാസ്തുവിദ്യ എന്നിവയിൽ നേടിയ മഹത്തായ പുരോഗതി വഖഫുകളുടെ രക്ഷകർതൃത്വത്തിൽ കൂടിയാണ് ഉത്തേജിപ്പിക്കപ്പെടുന്നത്. ബാഗ്ദാദിലെ വിഖ്യാതമായ ഹൗസ് ഓഫ് വിസ്ഡം, പിന്നീട് കെയ്റോയിൽ അൽ അസർ, ഫെസിൽ സ്ഥാപിക്കപ്പെട്ട ഖരാവിയീൻ യൂണിവേഴ്സിറ്റി, നിസാമിയ കോളേജ് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഖഫിന്റെ പൈതൃകത്തിന് തെളിവാണ്. ഇവ ബൗദ്ധികവും സർഗാത്മകവുമായ അന്വേഷണത്തിന്റെ കേന്ദ്രങ്ങളായി മാറി. പിന്നീട് മംലൂക്ക്, ഓട്ടോമാൻ കാലങ്ങളിൽ വഖഫ് അതിന്റെ പക്വമായ വളർച്ചയിലെത്തി. സമൂഹത്തിന്റെ മാറുന്ന ആവശ്യങ്ങൾക്കും വെല്ലുവിളികൾക്കും അനുസൃതമായി അത് പുതിയ രൂപഭാവങ്ങൾ കൈക്കൊണ്ടു. ഈ കാലയളവിൽ സക്കാത്ത്, സദക്ക എന്നിവയെ മറികടന്നുകൊണ്ട് മുസ്ലിം സമൂഹങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രാഥമിക രൂപമായി അത് മാറി.
വഖഫ് വഴി ഈ കാലയളവിൽ സൂഫി ലോഡ്ജുകൾ, സത്രങ്ങൾ, പൊതു അടുക്കളകൾ, ആശുപത്രികൾ, മൃഗപരിപാലന കേന്ദ്രങ്ങൾ, ലൈബ്രറികൾ, പൊതു കുളിമുറികൾ, യാത്രക്കാർക്കുള്ള പ്രാർത്ഥനാ ഇടങ്ങൾ, അനാഥാലയങ്ങൾ, പാവപ്പെട്ടവർക്കുള്ള സഹായ നിധികൾ, ഇങ്ങനെ ഒരുപാട് പുതിയ നിരവധി സാമൂഹിക സ്ഥാപനങ്ങൾ രൂപപ്പെട്ടു. അക്കൂട്ടത്തിൽ അധികം അറിയപ്പെടാത്ത ഒരു സ്ഥാപനത്തിന്റെ ഒരു ഉദാഹരണമാണ് റിബാത്ത്. വിധവകളാവുകയോ പല കാരണങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോവുകയോ ഒക്കെ ചെയ്ത സിംഗിൾ ആയ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവായി നിലകൊണ്ടിരുന്ന ഒരു വഖഫ് സ്ഥാപനമാണത്. അത്തരം വനിതകൾക്ക് താങ്ങും തണലും നൽകുന്നതിൽ, സാമൂഹികമായ ഒരു ഇടം അവർക്ക് നൽകുന്നതിലെല്ലാം റിബാത്ത് സുപ്രധാനമായ പങ്ക് വഹിച്ചു. ഓട്ടോമൻ കാലഘട്ടം അതിനെ സ്വയം വഖഫ് സമൂഹം എന്ന് വിവരിക്കാവുന്ന നിലയിൽ നാം ആദ്യം ഉദ്ധരിച്ച പുസ്തകം സൂചിപ്പിച്ചതുപോലെ വഖഫിന്റെ വ്യാപകമായ സ്വാധീനത്തിന് കീഴിലായിരുന്നു. ആളുകൾ വഖഫ് കടകളിൽ ഷോപ്പിങ്ങിന് പോയി, വഖഫ് ചെയ്യപ്പെട്ട പള്ളികളിൽ പ്രാർത്ഥിച്ചു. അവരുടെ നഗരങ്ങളുടെ ഭൗതിക സവിശേഷതകൾ മുഴുവൻ ഒരു പരിധിവരെ വഖഫാണ് രൂപപ്പെടുത്തിയിരുന്നത്. ഓട്ടോമൻ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ക്രിസ്ത്യൻ, ജൂത വിഭാഗങ്ങൾ തങ്ങളുടെ സ്വന്തമായ വഖഫ് ഇടങ്ങൾ സ്ഥാപിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഈ ഒരു പ്രാക്ടീസ് ആധുനിക കാലം വരെ തുടർന്നു പോന്നിരുന്നു. മൊറോക്കോ, ഫലസ്തീൻ, ലെബനോൻ, തുർക്കി, ഈജിപ്ത് ഇവിടെയെല്ലാം ഇത് സർവ്വസാധാരണമായിരുന്നു. ഇങ്ങനെ സമൂഹത്തിലെ വ്യക്തികളുടെയും ഗ്രൂപ്പുകളുടെയും ഉയർന്നു വരുന്ന വ്യത്യസ്തമായ ആവശ്യങ്ങളെ നിവർത്തിക്കാൻ കെൽപ്പുള്ള ഒരു സ്ഥാപനമായിരുന്നു വഖഫ്. തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ കാത്തിരിക്കുകയായിരുന്നില്ല ആധുനിക പൂർവ്വകാലത്ത് ആളുകൾ ചെയ്തിരുന്നത്. വഖഫുകൾ സ്ഥാപിക്കുകയും സാമൂഹിക ആവശ്യങ്ങൾ കൂട്ടായ്മയിലൂടെ നിറവേറ്റുകയും ചെയ്യുകയാണ് അവർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ സമൂഹങ്ങളിൽ പരിധിവിട്ട ദാരിദ്ര്യമോ സമ്പന്നതയോ ഉണ്ടായിരുന്നില്ല. സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള എല്ലാവരും ഏതെങ്കിലും അർത്ഥത്തിൽ വഖഫിന്റെ ദാതാക്കളോ ഗുണഭോക്താക്കളോ ആയിരുന്നു. ഇത് ഊന്നിപ്പറയാനാണ് ഇസ്ലാമിക കലയിൽ കാലിഗ്രാഫിയിൽ വാവ് എന്ന അക്ഷരം സവിശേഷമായ രീതിയിൽ ഡിസൈൻ ചെയ്യപ്പെട്ടിരുന്നത്. സാമൂഹികവും ആത്മീയവുമായ തലത്തിൽ വഖഫ് ഉൾക്കൊള്ളുന്ന ഘടകങ്ങളെ അത് സിംബലൈസ് ചെയ്യുന്നു. ദൈവികമായ പ്രതിജ്ഞ സൂചിപ്പിക്കുന്ന വല്ലാഹിയുടെ വാവ്, സ്വത്തിന്റെ നടത്തിപ്പുകാരനായ വലി, മുത്തവല്ലി എന്ന സൂചിപ്പിക്കുന്ന വലിയുടെ വാവ്, പിന്നെ വഖഫിന്റെ തന്നെയും വാവ്. സമൂഹത്തിൽ വഖഫിലൂടെ എല്ലാവരും എങ്ങനെ പരസ്പരം ബന്ധിതമായിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന കോർത്തുവെച്ചുള്ള ഡിസൈൻ. അതുപോലെ വാവ് രണ്ടു തരത്തിൽ എഴുതാൻ സാധിക്കും: തുറന്ന വാലുള്ളതും അടഞ്ഞിരിക്കുന്ന രീതിയിലും. അത് കൊടുക്കൽ വാങ്ങലിനെയും കൊടുക്കുന്നതെല്ലാം മറ്റൊരു തരത്തിൽ സമൂഹത്തിൽ ഗുണകരമായി തിരിച്ചു വരുന്നതിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഒടുവിൽ 19-ാം നൂറ്റാണ്ടിലെ കോളനിവൽക്കരണത്തിലൂടെയാണ് വഖഫ് സിസ്റ്റം പ്രതിസന്ധി നേരിട്ട് തുടങ്ങുന്നത്. പിന്നീട് ദേശരാഷ്ട്രങ്ങളുടെ രൂപീകരണത്തിലൂടെ അവ പലതും ദേശസാൽക്കരിക്കപ്പെടുകയും അവയുടെ സാമൂഹികമായ സ്വാധീനം ദുർബലപ്പെടുകയും ചെയ്തു. ഒരു സാമൂഹിക വെൽഫെയർ സിസ്റ്റം എന്ന നിലയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ നഷ്ടമായി. ഇന്ന് 20-ാം നൂറ്റാണ്ട് രണ്ട് എക്സ്ട്രീമുകളുടെ കാലമാണ്. ഒരു വശത്ത് ദാരിദ്ര്യവും പട്ടിണിയും യുദ്ധവും കെടുതികളും, അതിന്റെ എതിർവശത്താകട്ടെ വളരെ വലിയ സമ്പന്നത, ധാരാളിത്തം. ഈ സാഹചര്യങ്ങളിൽ ഇസ്ലാമിക ജീവകാരുണ്യ സ്ഥാപനങ്ങളുടെ വഖഫിന്റെ പൈതൃകം നമ്മോട് പറയുന്നത് സാമൂഹികവും സാമ്പത്തികവും ധാർമ്മികവും രാഷ്ട്രീയവുമായുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള നമ്മുടെ സന്നദ്ധതയിലാണ് കുടികൊള്ളുന്നത് എന്നാണ്. നാം നിലനിൽക്കുന്നതിനേക്കാൾ അല്പം മെച്ചപ്പെട്ട ഒരു ലോകം നിർമ്മിക്കാൻ, പരസ്പരം സഹായിക്കാനും അതിനുവേണ്ടി ചിലവഴിക്കാനുമുള്ള സന്നദ്ധതയാണ് വഖഫിന്റെ ചരിത്രം പ്രചോദിപ്പിക്കേണ്ടത്. ഇത്തരം വിഷയങ്ങളിലുള്ള സംഭാഷണങ്ങൾ ഉപയോഗപ്രദമായിട്ടുണ്ട് എന്ന് കരുതട്ടെ. കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം.